ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതിന് കൊതിയോടെ ദൈവപാദപീഠത്തിലിരിക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസ് 18:7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? 8-ാം വാക്യം പറയുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മ പ്രാപിക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 18-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം ഇങ്ങനെയാണ്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ശിഷ്യന്മാരെ, കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് കർത്താവ് പറഞ്ഞൊരു ഉപമയുടെ അവസാന ഭാഗമാണ് നാം ഈ രാവിലെ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് മറുപടി ലഭിക്കാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ ആ പ്രാർത്ഥനയുടെ തീവ്രത കുറയും, നാം മടുത്തു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് മടുപ്പ് വരാതിരിക്കേണ്ടതിന് കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ നാളുകൾ കൊണ്ട് തീവ്രതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടോ? ദൈവം അതിനകത്ത് വലിയ കാര്യങ്ങളെ നമുക്കനുകൂലമായി ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ. ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് ഞരങ്ങി ഉള്ളു തകർന്ന് ഭാരത്തോടെ ഇരിക്കുന്നവരാണോ? ഈ രാവിലെ ഞാൻ ഉറപ്പോടെ പറയാം, ആ കാര്യം കർത്താവ് ഉപേക്ഷിക്കുമെന്നല്ല, ഒരു നാളും അത് നടക്കത്തില്ലെന്നല്ല, പ്രാർത്ഥന വിഷയത്തിന് മറുപടി ലഭിക്കാതെ പോകുമെന്നല്ല ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആമേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ. നിങ്ങളെ കരയിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഒരുപക്ഷെ രഹസ്യത്തിലാകാം, അതല്ലെങ്കിൽ സഭാമധ്യത്തിൽ പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയമാകാം. ഏതോ ആയിക്കോട്ടെ, അവിടെ എഴുതിയിരിക്കുന്നു, ദീർഘക്ഷമയുള്ളവനായാലും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ചിലപ്പോൾ ഇത്തിരി വൈകിയാലും, കുറച്ച് സമയമെടുത്താലും, ആമേൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറുപടിക്ക് വേണ്ടി വൈകിപ്പോയാലും ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, ശത്രുവിൻ്റെ ആയുധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെ രക്ഷിക്കയില്ലയോ? ഈ രാവിലെ ഉറപ്പോടെ പറയാം, എത്ര കടുകട്ടിയായ വിഷയമാണെങ്കിലും, എത്ര ഭാരമേറിയ വിഷയമാണെങ്കിലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവചനത്തിനകത്ത് എത്രയെത്ര പേരുടെ കാര്യത്തിനകത്താണ് ദൈവം ഇടപെട്ട് മഹാ അത്ഭുതങ്ങളെ ചെയ്തത്. പ്രിയരെ, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ മറുപടി ലഭിച്ചില്ലെങ്കിലും പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതിക്രിയ നടത്തേണ്ടതിന് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം, രക്ഷിക്കേണ്ടതിന് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരം, അതനുഭവിക്കുവാനും കാണുവാനും അതിനകത്തുള്ള ദൈവപ്രവൃത്തികളെ സ്വീകരിക്കുവാനും തക്കവണ്ണം ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ.
നാളുകൾ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, ഒരു ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ആ നന്മകൾ നിങ്ങളുടെ കരങ്ങളിൽ വരാതിരിക്കേണ്ടതിന്, അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കാതിരിക്കേണ്ടതിന് ശത്രു തന്നാലാവോളം ശ്രമിക്കുകയാണ്. എന്നാൽ ഈ വാക്യം പറയുന്നു, ശത്രു എത്ര പ്രബലനായാലും, ഏതെല്ലാം പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ടുവന്നാലും, രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ബൈബിൾ എഴുതിയിരിക്കുന്നു, പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില വിഷയങ്ങൾക്കകത്ത് ദൈവം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ മറുപടി അയക്കും. ഒരു ചെറിയ പ്രാർത്ഥന വലിയ മറുപടികളെ കൊണ്ടുവരും. ചില വിഷയത്തിനകത്ത് കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന്. ചില വിഷയങ്ങൾക്കകത്ത് കുറെ നാളുകൾ, ഇത്തിരി അധികം ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. എന്നാൽ ഈ വാക്യത്തിനകത്ത് പറയുന്നു, പെട്ടെന്ന് മറുപടി ലഭിച്ചാലും, കുറച്ച് കഴിഞ്ഞ് മറുപടി ലഭിച്ചാലും, അല്ല കുറച്ച് നാളുകൾക്ക് ശേഷം മറുപടി ലഭിച്ചാലും, ആ മറുപടി അയക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ദൈവം ആരെയും നിരസിക്കുന്നില്ല. പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടാതെ പോകുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, പഴക്കമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ആത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ വെളിപ്പെടുന്ന ദിവസമായി തീരട്ടെ. നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടും. പ്രതിക്രിയ നടത്തുവാൻ, ശത്രുവിനെ തുരത്തി ഓട്ടിക്കുവാൻ, ശത്രുവിനെ അകറ്റിക്കളയുവാൻ, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചെടുക്കേണ്ടതിന് ഹൃദയത്തിനകത്ത് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും ആകുലതയോടെ, ആവശ്യഭാരത്തോടെ, വേദനയോടെ ഈ രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി വരട്ടെ. നിരാശകളെ കളയാം, ആകുലതകളെ തള്ളാം, പ്രാർത്ഥനയിൽ പിന്നെയും എഴുന്നേൽക്കാം, വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വേറെ ഒരിടത്തും നമുക്ക് രക്ഷയില്ല. ആകപ്പാടെ യേശുവിൻ്റെ പാദപീഠമാണ് ഏക അഭയമെന്ന് തിരിച്ചറിഞ്ഞ് വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഉറപ്പാണ്, ദൈവിക അത്ഭുതങ്ങൾ വിഷയങ്ങൾക്കകത്ത് നടക്കും. പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന മഹാദൈവമുണ്ടെന്ന് ഈ രാവിലെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കരുണയുള്ള കരം നമ്മുടെ ഭാരമേറിയ വിഷയങ്ങൾക്കകത്ത് വിടുതലായി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ മണിക്കൂറുകളായി തീരട്ടെ. നിങ്ങൾക്കറിയാമോ, കുറെ കാലത്ത് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ എനിക്ക് ദൈവത്തെയും മനുഷ്യനെയും ശങ്കയുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി നൽകി തരുമെന്ന് തെളിയിക്കേണ്ടതിന് ആ ഉപമയ്ക്കകത്ത് കർത്താവ് പറയുകയാണ്, വിധവയുടെ വിഷയത്തിനകത്ത് ധനവാനും ആമേൻ ആരെയും ശങ്കയുമില്ലാതിരുന്ന മനുഷ്യൻ ഇടപെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നമ്മളോട് കരുണയുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, ഹൃദയംഗമായി നമ്മെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി ഒഴുക്കിയ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാതിരിക്കുമോ? ഉറപ്പായിട്ടും ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? സ്വസ്ഥതയുള്ള ദിവസങ്ങൾ, സമാധാനവും സന്തോഷവുമുള്ള നാളുകൾ, ഒരു നല്ല ആമേൻ ദൈവപ്രവൃത്തിയുടെ പ്രഭാതം ഓരോരുത്തർക്കും ദൈവം നൽകി തരട്ടെ. കണ്ണിന് വിശ്വസിക്കുവാൻ കഴിയാത്ത ദൈവിക അത്ഭുതങ്ങൾ നന്മയായി നമ്മുടെ മുൻപിൽ വെളിപ്പെടട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഈ ദിവസത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, തിരുവചനത്തിൽ ആശ്രയിച്ചൊരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ചെടുത്ത് വരുന്നു. പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തണമേ. നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട്, അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല മരുന്നുകൾ മാറി മാറി
പരീക്ഷിച്ചിട്ടും ഒട്ടും വിടുതലില്ലാതിരിക്കുന്നവർ, വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കടഭാരങ്ങൾ, കുടുംബജീവിതത്തിന്റെ ആരംഭത്തിൽ തുടങ്ങി ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ തകർച്ചകൾ, ദൈവമേ, പഴക്കമുള്ള വിഷയങ്ങൾക്ക് മീതെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമാക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവകരം ചലിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.